ഡിസ്പെക്കബിൾ മീ മൂവി ഫ്രാഞ്ചൈസിലെ ഏറ്റവും പുതിയ സീക്വലായിട്ട് വന്ന മൂവിയാണ് ഡിസ്കബിൾ മീ 4. ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. ഒരു അടിപൊളി സിനിമയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു മൂവി. എസ്പെഷ്യലി ഈ ഒരു മൂവിയുടെ 3D അടിപൊളിയായിരുന്നു. ഞാൻ ഈ മൂവി കാണുന്നത് PVR-ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് നല്ല രീതിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. മൂവിയിലോട്ട് വരുവാണെങ്കിൽ മൂവി എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഒരു നൈസ് മൂവി ആയിരുന്നു. നല്ലൊരു സ്റ്റോറിയും നല്ലൊരു പ്രസന്റേഷൻ ഒക്കെ ആയിരുന്നു. പക്ഷെ 1 and 2 ആ ഒരു ലെവൽ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മൂവിയുടെ ക്വാളിറ്റി മേക്കിംഗ് സ്റ്റൈലൊക്കെ അതുപോലെ എത്തിയിട്ടുണ്ട്. പക്ഷെ മൂവിയുടെ കണ്ടന്റ് അല്ലെങ്കിൽ ആ സ്റ്റോറി ലൈനൊക്കെ കുറച്ച് ഡൗൺ ആയതുപോലെ എനിക്ക് ഫീൽ ആയി. ലൈക്ക് സ്റ്റോറി ലൈൻ മാത്രമാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഓവറോൾ മൂവി വാസ് നൈസ് ആയിരുന്നു. ഇപ്പൊ മിനിയൻസും ആ ഗുരുവും ആ ക്യാരക്ടേഴ്സും അവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിയും അല്ലെങ്കിൽ ആ ഒരു മിനിയൻസിനെ ത്രൂ ഔട്ട് ഇങ്ങനെ കാണാനൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു മൂവിയാണ്. ഞാൻ സത്യം പറയാം നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. ഒരുപാട് പോർഷൻസ് നല്ല രീതിക്ക് ചിരിച്ചു. കാരണം എനിക്ക് മിനിയൻസിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും വേണ്ട. കാരണം മിനിയൻസിനെ ഇങ്ങനെ കുറെ നേരം കണ്ടുകൊണ്ട് തന്നെ ഞാൻ ചിരിക്കും. കാരണം ആ ഒരു ക്യാരക്ടറും ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷൻസും അല്ലെങ്കിൽ അവരുടെ ഡയലോഗ്സും ആ ഒരു ബോഡി ലാംഗ്വേജും അവർ തമ്മിലുള്ള കുറെ കാര്യങ്ങളും സീക്വൻസും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മിനിയൻസ് തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്യാരക്ടേഴ്സിനൊക്കെ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിക്ക് വർക്കൗട്ടായി, എനിക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ മൂവി. ഒരു കിഡ്സ് മൂവിയാണ് അല്ലെങ്കിൽ കിഡ്സിന്റെ സ്റ്റോറിയാണ്, അവർക്ക് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്യുന്ന മൂവിയാന്നൊക്കെ പറഞ്ഞാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും സിനിമയിലുണ്ട്. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആ ഒരു ടെംപ്ലേറ്റ് സ്റ്റോറി ഒക്കെ തന്നെയാണ്. ഇതിലോട്ട് വരുമ്പോൾ ഗുരു ആ ഒരു AVL ഏജൻസിയുടെ കൂടെ, അതായത് ആന്റി വില്ലൻ ലീഗിന്റെ കൂടെ ചേർന്ന് ഒരു വില്ലനെ അറസ്റ്റ് ചെയ്യും. സോ അറസ്റ്റ് ചെയ്തതിനു ശേഷം ആ ഒരു വില്ലൻ രക്ഷപ്പെടുകയും സോ അതിനുശേഷം ആ ഒരു വില്ലൻ ഗുരുവിനെ റിവെഞ്ച് ചെയ്യാനായിട്ട് തിരിച്ചു വരുന്നതാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയിൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും വരുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി ഈ മൂവിയിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് നമ്മളെ ഗുരുവിന്റെ ഏറ്റവും പുതിയ കുഞ്ഞായിട്ടുള്ള ഗുരു ജൂനിയറിനാണ്. കാരണം ആ ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഇനിയിപ്പം നെക്സ്റ്റ് വരാൻ പോകുന്ന പാർട്സിലൊക്കെ കുറച്ചുകൂടി ആ ഒരു ക്യാരക്ടർ സ്പേസ് ഒക്കെ കാണുമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറും ആ ഒരു കാര്യങ്ങളൊക്കെ കുറച്ച് ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ വരാൻ പോകുന്ന പാർട്സിലൊക്കെ ഗുരുവിനെ പോലെ ആയിരിക്കും ആ ഒരു ക്യാരക്ടർ മാറുന്നത്. സോ അതിന്റെ ചെറിയ കാര്യങ്ങളൊക്കെ ടീസ് ചെയ്ത് ഈ ഒരു മൂവിയിൽ പോകുന്നുണ്ട്. ആൻഡ് ഈ ഒരു മൂവിയുടെ പ്രസന്റേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അടിപൊളിയായിരുന്നു. നല്ലൊരു കളർഫുൾ ആയിരുന്നു. എസ്പെഷ്യലി 3D. ഞാൻ 3Dയുടെ കാര്യം എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. ഒരുപാട് ക്ലോസപ്പ് ഷോട്ട്സ് ഉണ്ട്. ക്ലോസപ്പ് ഷോട്ട്സ് ഒക്കെ നമുക്ക് ആ ഒരു 3Dയിൽ നല്ല രീതിക്ക് ആ ഒരു ഡെപ്ത് ഫീൽ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഇപ്പോൾ എടുത്ത് പറയണമെങ്കിൽ ഇതിൽ വില്ലൻ ആ ഒരു ഗ്രാസ് ഹോപ്പർ അല്ലെങ്കിൽ ആ ഒരു ബീറ്റിൽ പോലത്തെ ഒരു സാധനത്തിനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ക്ലോസപ്പ് ഷോട്ടാണ്. അപ്പം ആ ഒരു ക്ലോസപ്പ് ഷോട്ടിൽ അല്ലെങ്കിൽ ആ ഒരു സീനിൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സും ബേജൊക്കെ മാറിയിട്ട് ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഗ്രാസ് ഹോപ്പറിനെ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്. മാൻ, ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരുപാട് പോർഷൻസ് വരുന്നുണ്ട്. നല്ല രീതിക്ക് ആ ഒരു 3Dയുടെ ഡെപ്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു 3D മാത്രമല്ല, ഓവറോൾ ആനിമേഷൻ ആയാലും ആ ഒരു മൂവിയുടെ മേക്കിംഗ് ആയാലും പ്രസന്റേഷൻ ആയാലും ക്വാളിറ്റിയും എല്ലാം അടിപൊളിയായിട്ട് തന്നെ. ഇതുവരെ എങ്ങനെയായിരുന്നോ ബാക്കി 3 പാർട്സും അതുപോലെ തന്നെ ആ ഒരു ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ലാതെ അടിപൊളിയായിട്ട് തന്നെ ഈ മൂവി പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടി ആ ഒരു സ്ക്രീൻ സ്പേസും അല്ലെങ്കിൽ ആ ഒരു പോർഷനൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ തോന്നിയത് നിങ്ങൾ ട്രെയിലറിൽ കണ്ടു കാണും. ഇതിലൊരു 5 സൂപ്പർ മീനിയൻസ് വരുന്നുണ്ട്, സൂപ്പർ പവേഴ്സ് ഒക്കെ ആയിട്ട്. സോ അവരുടെ ആ ഒരു പോർഷൻ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ വരുന്ന പോർഷനൊക്കെ അടിപൊളിയായിരുന്നു. അവർക്ക് ആ സൂപ്പർ പവർ കിട്ടുന്നതും അവർ സേവ് ചെയ്യാൻ പോകുന്നതും ക്ലൈമാക്സ് പോർഷൻസും അവരുള്ള സീക്വൻസും ആ ഒരു സ്ക്രീൻ പ്രസൻസും ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ അത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരുന്നെങ്കിൽ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു അതിനെ. ആൻഡ് ആ സ്റ്റോറിയും കൂടെ വളരെ സിമ്പിൾ ആയിട്ട് പോയ ഒരു സ്റ്റോറി പോലെ എനിക്ക് ഫീൽ ആയി. സ്റ്റോറി മാത്രമേ എനിക്ക് അങ്ങനെ ഫീൽ ആയിട്ടുള്ളൂ. നല്ലൊരു അടിപൊളി തിയേറ്റർ ചൂസ് ചെയ്ത് പോവുക, എന്നാൽ ആ ഒരു 3Dയും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാരണം അത് അത്ര അടിപൊളിയായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ PVR-ലാണ് സിനിമ കണ്ടത്. സോ ആ ഒരു ക്വാളിറ്റി വൈസ് ഒക്കെ അടിപൊളിയായിരുന്നു. കണ്ടു നോക്കുക, ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ആനിമേഷൻ മൂവീസും മിനിയൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. നല്ലൊരു അടിപൊളി മൂവിയാണ്. സോ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.